8ാം ക്ലാസ്സിലത്തെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ഇനി പഠിക്കാനുള്ളത് നമുക്ക്, അല്ലേ? ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ നമുക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്തെടുക്കുന്നതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എ തിൻ കോട്ടിംഗ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റൽ ഓൺ അനദർ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റൽ മെറ്റാലിക് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതാണ് എന്ത്? ഇലക്ട്രോപ്ലേറ്റിംഗ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. കുട്ടികൾ ഇത് പഠിക്കാൻ നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. മീൻസ് ഇലക്ട്രോളിസിസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് അയോൺസ്, ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയും. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഐദർ അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്. ഒന്നുകിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അതായത് അയൺ ബാങ്കിളുമേ, അയൺ റിങ്ങുമേ സിൽവർ പൂശണം, സിൽവറിൻ്റെ കോട്ടിങ്. അതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അയൺ റിങ് കണക്റ്റഡ് ടു ഇത് ബാറ്ററിയാണ് കേട്ടോ, DC ബാറ്ററി. ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ അയൺ റിങ്ങും അതുപോലെ തന്നെ സിൽവർ പ്ലേറ്റും ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് ഇലക്ട്രോലൈറ്റ്? എ മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. അതാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ അയൺ റിങ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ദ സിൽവർ റോഡ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. വെൻ സ്വിച്ച് ഈസ് ഓൺ, സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറഞ്ഞത് ഇവിടെ മുട്ടും, അല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇലക്ട്രിസിറ്റി ബാറ്ററി എന്നുള്ള കറണ്ട് എവിടേക്ക് എത്തും? ഈ ഇലക്ട്രോലൈറ്റിലേക്ക് എത്തും. അപ്പോൾ ഈ സിൽവർ റോഡുമെന്നുള്ള അയോൺ, സിൽവർ റോഡുമെന്നുള്ള സിൽവർ നമ്മുടെ ഇലക്ട്രോലൈറ്റ്, ഏതാണ് ഇലക്ട്രോലൈറ്റ്? മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ. സിൽവർ ഇലക്ട്രോലൈറ്റിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം ഈ അയൺ റിങ്ങിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അയൺ റിങ്ങിൻ്റെ മുകളിലൊക്കെ സിൽവർ പൊതിയും. അപ്പോൾ ഇരുമ്പിൻ്റെ ഈ വള എന്തായിട്ട് മാറും? വെള്ളിയുടെ വള, സിൽവറിൻ്റെ റിങ്ങായിട്ട് മാറും. അപ്പോൾ ഏത് മെറ്റലുമേയാണോ നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദ മെറ്റൽ ടു ബി പ്ലേറ്റഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഏത് മെറ്റൽ കൊണ്ടാണോ നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. ദ മെറ്റൽ വിച്ച് ഈസ് used for electroplating is connected to the positive terminal. The silver rod and the iron ring are connected to the battery as shown in the figure. When switched on, iron ring gets covered with a thin layer of silver metal. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അയൺ റിങ്ങിൻ്റെ മുകളിൽ സിൽവറിൻ്റെ ഒരു കോട്ടിങ് വരും. സിൽവർ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വന്നിട്ട് അയൺ റിങ്ങുമ്പോൾ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇഫ് കോപ്പർ ഈസ് ടു ബി കോട്ടഡ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ നമുക്ക് സിൽവറിന് പകരം നമ്മൾ കോപ്പർ കൊണ്ടാണ് പൊതിയേണ്ടത്. ഇരുമ്പ് വളയനെ ചെമ്പ് കൊണ്ടാണ് പൊതിയേണ്ടത്. ചെമ്പ് പൂശുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇരുമ്പ് വളയുടെ മുകളിൽ സിൽവറാണ് പൂശിയത്. അതിന് പകരം ചെമ്പിൻ്റെ പ്ലേറ്റിംഗ് ആണ് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഇഫ് കോപ്പർ ഈസ് ടു ബി കോട്ടഡ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് എ കോപ്പർ റോഡ് ഇൻസ്റ്റെഡ് ഓഫ് സിൽവർ റോഡ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ കോപ്പർ കൊണ്ടാണ് കവറിങ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും? കോപ്പർ സൾഫേറ്റ്. കോപ്പറിൻ്റെ കവറിങ് ആണ് നടത്തേണ്ടതെങ്കിൽ ഈ സിൽവർ സയനൈഡ്, സോഡിയം സയനൈഡ് ഇലക്ട്രോലൈറ്റിന് പകരം കോപ്പർ സൾഫേറ്റ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. സിൽവർ റോഡിന് പകരം കോപ്പർ എടുക്കുക. Now you might have understood that forms of energy like heat, light, electricity are exchanged during chemical reaction. The chemical reaction which absorb energy നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടാണ്. നമ്മൾ എക്സോതെർമിക് എൻഡോതെർമിക് ഒക്കെ പഠിച്ചില്ലേ? നമ്മൾ ഹീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എൻഡോതെർമിക്കും. റിയാക്ഷൻ കഴിയുമ്പോൾ ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സോതെർമിക് എന്നൊക്കെ പഠിച്ചു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദ കെമിക്കൽ റിയാക്ഷൻ വിച്ച് അബ്സോർബ് എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഇത് എൻഡോഎർജിക് റിയാക്ഷൻ. ആൻഡ് ദോസ് വിച്ച് ലിബറേറ്റ് എനർജി
എനർജി ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് എക്സോഎർജിക് റിയാക്ഷൻ. കുട്ടികളെല്ലാവരും ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ചിത്രം ഫിഗർ 6-8 നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. ഇന്ന് തന്നെ വരയ്ക്കുക, ക്ലാസ് കേട്ട ഉടനെ വരയ്ക്കുക, പാർട്ടുകളൊക്കെ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. എൻഡോർജിക്കും എക്സോർജിക്കും പഠിക്കുക. ഇനി കെമിക്കൽ ചേഞ്ചും മേജർ എനർജി ചേഞ്ചും നമ്മളോട് എഴുതും. നമ്മൾ ഇത്ര നേരം പഠിച്ച കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നോക്ക് ഇവിടെ ഒരെണ്ണം പഠിച്ചത് മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഹീറ്റ് ഉണ്ടായി എന്ന് പഠിച്ചു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പഠിച്ചിരുന്നു അല്ലേ. അതാണ് ഒന്നാമത് പറയുന്നത്, റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അവിടെ ഹീറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്, ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്തു. രണ്ടാമത് പഠിച്ച റിയാക്ഷൻ ആയിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണ്. ഇത് രണ്ടും തമ്മിലുള്ള റിയാക്ഷനെ പേരെന്താ പറയുക, ആസിഡ് ആൽക്കലി തമ്മിലുള്ള റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ നമ്മളോട് പറയുന്നുണ്ട് ഡസ് ദ ടെസ്റ്റ് ട്യൂബ് ബിക്കം ഹോട്ട് ഓർ കോൾഡ്. ഹോട്ട് ടെസ്റ്റ് ട്യൂബ് പിടിച്ച് നോക്കുമ്പോൾ ചൂടാവണമെന്ന് പറയുന്നുണ്ട്. ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ചെയ്തത് കേട്ടോ. ന്യൂട്രലൈസേഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹീറ്റ് എനർജി ലിബറേറ്റഡ്. അടുത്ത ഡീകമ്പോസിഷൻ ഓഫ് KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഡീകമ്പോസിഷന് വേണ്ടി നമ്മൾ വെറുതെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ടെസ്റ്റ് ട്യൂബിൽ വെച്ച ഡീകമ്പോസ് ചെയ്യില്ല, നമ്മൾ ചൂടാക്കണം. അപ്പോൾ ഏത് റിയാക്ഷൻ, ഏത് എനർജി ചേഞ്ച് ആണ്, ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. അടുത്ത ഫോട്ടോസിന്തസിസ് നമുക്കറിയാം, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ എടുത്തിട്ട് ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് അല്ലേ, ഫോട്ടോസിന്തസിസ്. അതിന് ലൈറ്റിൻ്റെ പ്രസൻസിലാണ്, അപ്പോൾ ലൈറ്റ് എനർജി അബ്സോർബ്ഡ്. ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ് നമ്മൾ പഠിച്ചു, അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 വാച്ച് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് എടുത്തു, ഒന്ന് ബ്ലാക്ക് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു, ഒന്ന് വെറുതെ തുറന്നു വെച്ചത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് കറുത്ത കളറായി എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഇതുപോലെ ബാക്കിയുള്ള എക്സാമ്പിളുകളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക, ഇത് പഠിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ഇനി റിയാക്ഷനും നെയിം ഓഫ് കെമിക്കൽ, ഹീറ്റ് എനർജി ലിബറേറ്റഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ലൈറ്റ് എനർജി ലിബറേറ്റ് അബ്സോർബ് ചെയ്യണതിന് പറയുന്ന പേരാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ റിയാക്ഷൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അപ്പോൾ നമ്മളത് ചൂടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏത് റിയാക്ഷനാണ്, എക്സോതെർമിക് റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് HCl. മെഗ്നീഷ്യം HCl റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കണം, എക്സോതെർമിക് റിയാക്ഷൻ. ഇനി റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് HCl, അപ്പോൾ ഏതാണ് എക്സോതെർമിക് റിയാക്ഷൻ. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നോക്കി ഇവിടെ ടീച്ചർ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ അങ്ങനെ തന്നുകൊണ്ട് ടീച്ചർ അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നുകൊണ്ട് ടീച്ചർ അങ്ങനെ വായിച്ചതാണ് കേട്ടോ. അത് തെറ്റല്ലേ, നോക്കി ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചൂട് കൊടുക്കുകയാണെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും, എൻഡോതെർമിക് റിയാക്ഷനാണ് കേട്ടോ. അതേവിടെ നോക്കി നിങ്ങൾ, അതെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ്, പൊട്ടാസ്യം മാംഗനീസ് ഡയോക്സൈഡ് ഓക്സിജൻ, നമ്മൾ ചൂടാക്കുകയാണ് ചെയ്തത് അല്ലേ. നമ്മൾ ചൂടാക്കുന്നത് കൊണ്ട് അതിനെ എൻഡോതെർമിക് എന്നാണ് പറയുക. സംശയം ഇവിടെ നോക്കി, കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലിബറേറ്റ് ഹീറ്റാണ് എക്സോതെർമിക്, ദോസ് വിച്ച് അബ്സോർബ് ഹീറ്റ് എൻഡോതെർമിക് ആണ്. അപ്പോൾ ഇത് എൻഡോതെർമിക് ആണ്, ഇത് തെറ്റാണ് കേട്ടോ, അങ്ങനെ മാറ്റി എഴുതിയുള്ളത് കേട്ടോ. ഇത് എൻഡോതെർമിക് ആണ് കേട്ടോ. ടീച്ചർ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അങ്ങനെ വായിച്ചതാണ്, ഇത് എൻഡോതെർമിക് ആണ്. ഇനി റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് HCl, അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് സംശയം നോക്കിക്കോ, മെഗ്നീഷ്യം ആൻഡ് HCl ഹീറ്റ് ലിബറേറ്റ് ചെയ്തു, അപ്പോൾ ഇതാ വരുന്നത് എക്സോതെർമിക് റിയാക്ഷൻ. അടുത്ത ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH ആൻഡ് HCl, അത് നമ്മൾ പഠിച്ചല്ലോ, NaOH HCl. ഈ റിയാക്ഷനിൽ ടെസ്റ്റ് ട്യൂബ് ഹീറ്റ് ആവുക ചെയ്യണം, ഹോട്ട് ആവുക ചെയ്യണത് അല്ലേ. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക ചെയ്തത്, അപ്പോൾ അത് എക്സോതെർമിക് ആണ് കേട്ടോ, എക്സോതെർമിക്. അടുത്ത ഡീകമ്പോസിഷൻ KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനി ഇത് വേണ്ട. ഇനി ഫോട്ടോസിന്തസിസ്, സൺലൈറ്റ് അബ്സോർബ് ചെയ്യല്ലേ, അപ്പോൾ ഏത് റിയാക്ഷനാണ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അടുത്ത ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്, സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് റിയാക്ഷനാണ്, സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് അതിനെന്താ പറയുക, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അടുത്തതുപോലെ ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ,
ഇലക്ട്രോളിസിസ്. അപ്പോൾ അത് ഏത് റിയാക്ഷൻ? ഇലക്ട്രോളിസിസ് ആണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അടുത്ത് ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. കുട്ടികൾ പഠിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഈ പലതരം സെല്ലുകളാണ് നമ്മൾ പഠിക്കുന്നത്. സെൽസ് ആർ വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദം ത്രൂ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഇലക്ട്രിക്കൽ എനർജിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സാണ് സെല്ല്. ഇനി ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദം ത്രൂ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവണം. അപ്പോൾ സെല്ലുകൾക്ക് എക്സാമ്പിളാണ് ഇപ്പോൾ ഡ്രൈ സെല്ല്. നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? റേഡിയോയിൽ, ക്യാമറ, ക്ലോക്ക്, ടോയ്സ്, ടി വിയുടെ റിമോട്ടിലൊക്കെ കാണുന്ന സെല്ലില്ലേ, ഡ്രൈ സെല്ല്. മെർക്കുറി സെല്ല് അല്ലെങ്കിൽ ബട്ടൺ സെൽ എന്ന് പറയും. അതെവിടെ ഉപയോഗിക്കണം? നമ്മൾ വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിലൊക്കെ അത് ഉപയോഗിക്കാം. മെർക്കുറി സെല്ല് അല്ലെങ്കിൽ ബട്ടൺ സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് റീചാർജബിൾ ടോർച്ചസ്, ക്യാമറ, അതിലൊക്കെ നിക്കൽ കാഡ്മിയം സെല്ല്. അപ്പോൾ അത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലാണ്. അടുത്ത് ലിഥിയം അയോൺ സെൽ നമ്മളിവിടെ ഉപയോഗിക്കുക. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഹൈബ്രിഡ് വെഹിക്കിൾസ്, അതിലൊക്കെ അത് ഉപയോഗിക്കും ലിഥിയം അയോൺ സെല്ല്. കുട്ടികൾ പഠിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. വാട്ട് ഡു വി ഡു വിത്ത് ദീസ് ടൈപ്പ് ഓഫ് സെൽസ് ആഫ്റ്റർ? നമ്മൾ സാധാരണ ഈ സെല്ലൊക്കെ കേടായാൽ, ഏത് സെല്ലുകൾ? ഈ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലൊക്കെ കേടായാൽ അതുപോലെ ചെറിഞ്ഞ് കളയും അല്ലേ, ത്രോ ഇറ്റ് അവേ. വിച്ച് അമംഗ് ദീസ് സെൽസ് ക്യാൻ ബി റീചാർജ്ഡ്? ഇതിലേതാ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക? നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യാൻ പറ്റും, ലിഥിയം അയോൺ സെല്ലും റീചാർജ് ചെയ്യാൻ പറ്റും. ഡു ദേ കോസ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലം? ഇത് വലിച്ചെറിഞ്ഞ് കളയുന്നത് എൻവിറോൺമെൻറ്റ് പ്രോബ്ലം ഉണ്ടാക്കും എന്തായാലും. അതിൽ ഏതാണ് വലിച്ചെറിഞ്ഞ് കളയുന്നത്? ഇതിലിപ്പോൾ ഉള്ള നിക്കൽ അല്ലെങ്കിൽ കാഡ്മിയം അല്ലെങ്കിൽ മെർക്കുറി അല്ലെങ്കിൽ ലെഡൊക്കെ, അങ്ങനെയുള്ള കെമിക്കൽസ് ഇൻ ദീസ് സെൽസ്. ദീസ് മെറ്റൽസ് ആർ പോയ്സണസ് ആൻഡ് adversely affect our internal organs like kidney, liver, brain and harm to our environment. ഇതിലുള്ള നിക്കൽ, കാഡ്മിയം, മെർക്കുറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയ്സണസ് ആണ്. അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ അത് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഇനി എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ചേഞ്ച്. അപ്പോൾ ഇത്രയും കുട്ടികൾ ടെക്നിക് പാഠങ്ങൾ വായിച്ചു, അടുത്ത ഭാഗം വായിച്ചു നോക്കാം കേട്ടോ. ഇത് പഠിക്കുക. ഇതാണ് എക്സാം. നന്നായിട്ട് പഠിച്ചു വരുന്ന എക്സാം കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.